ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ ജോമെട്രി ആൻഡ് ഓൾജിബ്ര, ജാമിതിയും ബീജഗണിതവും എന്ന ചാപ്റ്ററിലെ 1ാമത്തെ ഭാഗമാണ്. ഇങ്ങനെ ഒരു ചിത്രം തന്നാൽ അതിൻ്റെ ഈ മൂലയിലെയും ഈ മൂലയിലെയും സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. കാരണം എന്താണ്, നമ്മൾ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന ചാപ്റ്ററിൽ ഇത് പഠിച്ചതാണ്. ഇതൊരു റെക്റ്റാങ്കിളാണ്, ഒരു ചതുരമാണ്. അതിൻ്റെ വശങ്ങൾ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലാണ്, സമാന്തരമാണ്. അങ്ങനെയുള്ള ഒരു ചോദ്യം വരുമ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ അറിയാം. എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചും വരയ്ക്കാതെയും നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്താണ്, അതേ കോർഡിനേറ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലേ. ഇനി ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എന്താണോ 2, അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇപ്പൊ 8, 2 നമുക്ക് ഇവിടെ കിട്ടി. അതേപോലെ ഈ കോർണർ, ഈ വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഇതിന്റെ എക്സ് സൂചക സംഖ്യ, എക്സ് കോർഡിനേറ്റ് അതായത് 3 തന്നെയാണ്. ഇതിന്റെ വൈ കോർഡിനേറ്റ് 6. അപ്പൊ ഇങ്ങനെയാണല്ലോ കിട്ടുക. അപ്പൊ ഇത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചു. കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യ എന്ന ചാപ്റ്ററിൽ പഠിച്ചു. ഇനി നമുക്ക് ഇതേപോലെ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ അല്ലാത്ത കേസ് വന്നാൽ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യം നോക്കിക്കേ. ഈ ഫിഗറിനകത്ത് സൈഡുകൾ, ഇതൊരു പാരലോഗ്രാമാണ്. ഇതിന്റെ സൈഡുകൾ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ അല്ല. ഇനി നമുക്കറിയാവുന്ന കാര്യം എന്താണ്, നമുക്കിവിടെ നിന്ന് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലലായിട്ട് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ, അതായത് ഇതാ ഇങ്ങനെ വരച്ചാൽ ഇതിപ്പം എക്സ് ആക്സിസിന് പാരലാണ് അല്ലെ. അതേപോലെ ഈ സൈഡിലും വരച്ച് നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇത് 90 ഡിഗ്രി ആയിട്ട് വന്നു. ഇത് എക്സ് ആക്സിസിന് പാരലാണ്, ഇത് വൈ ആക്സിസിന് പാരലാണ്. അതേപോലെ ഈ സൈഡ്, ഈ പാരലോഗ്രത്തിന്റെ, ഈ സാമാന്തരികത്തിന്റെ ഈ വശം ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമായിട്ട് വരുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ 3ൽ നിന്ന്, അതായത് എക്സ് കോർഡിനേറ്റ് ആയ 3ൽ നിന്ന് ഇവിടത്തെ എക്സ് കോർഡിനേറ്റ് ആയ 6 വരണമെങ്കിൽ എത്ര ചേഞ്ച് വന്നു, എത്ര വ്യത്യാസം വന്നു? 3 വ്യത്യാസം വന്നു. ഇവിടെ 3 വ്യത്യാസം വന്നു. ഇനി ഇവിടുത്തെ വൈ കോർഡിനേറ്റ് ആയ 2ൽ നിന്നും എത്ര വ്യത്യാസം വന്നപ്പോഴാണ് ഈ വൈ കോർഡിനേറ്റ് കിട്ടിയത്? 1 വ്യത്യാസം വന്നപ്പോൾ അല്ലെ. ഇനി ഇത് പാരലോഗ്രാം അല്ല, ഒരു സാമാന്തരികമാണ്. സാമാന്തരികത്തിന്റെ എതിർവശങ്ങളുടെ നീളങ്ങൾ തുല്യമാണ്. പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് മുകളിലും, അതായത് ഇവിടെയും അതേപോലെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാമല്ലോ. ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ആണ്. കാരണം ഈ ഹൈപ്പോട്ടന്യൂസ് സെയിം ആണ്. ഹൈപ്പോട്ടന്യൂസ് ആണ് തന്നിരിക്കുന്ന പാരലോഗ്രത്തിന്റെ 2 സൈഡ്സ്. അത് രണ്ടും ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്, എതിർവശങ്ങളാണ് സാമാന്തരികത്തിന്റെ, അവ തുല്യവുമാണ്. അപ്പൊ ഇവിടെയും എത്ര വ്യത്യാസമേ വരത്തുള്ളൂ? 3 വ്യത്യാസം എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റിന് 1 വ്യത്യാസവും വരും. വൈ സൂചക സംഖ്യയ്ക്ക് 1 വ്യത്യാസവും എക്സ് സൂചക സംഖ്യയ്ക്ക് 3 വ്യത്യാസവും വരും. അങ്ങനാണെങ്കിൽ ഇതിനേക്കാളും മുകളിലാണല്ലോ ഈ പോയിന്റ് നിൽക്കുന്നത്. അപ്പൊ 4ന്റെ കൂടെ 3 കൂട്ടുക. ഇവിടെ നോക്കിക്കേ, ഈ എക്സ് കോർഡിനേറ്റ് ആയ 3ന്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് 6. വൈ കോർഡിനേറ്റ് ആയ വൈ സൂചക സംഖ്യ 2ന്റെ കൂടെ വൈ വ്യത്യാസം 1 കൂട്ടുമ്പോഴാണ് 3 കിട്ടുന്നത്. അതേപോലെ നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കാം. 4ന്റെ കൂടെ, 4 എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ്, എക്സ് സൂചക സംഖ്യയാണ്. അതിന്റെ കൂടെ എക്സ് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്ന വര എത്ര വ്യത്യാസമാണ് കാണിക്കുന്നത്? 3. അപ്പൊ 4ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വന്നു? 7 വന്നു. അതേപോലെ വൈ സൂചക സംഖ്യയായ വൈ കോർഡിനേറ്റ് ആയ 5ന്റെ കൂടെ വൈ വ്യത്യാസം, വൈ ആക്സിസിന് പാരലായിട്ട് കിടക്കുന്നതിൽ എത്രയാണോ വ്യത്യാസം അത് 1 ആണ്. അത് കൂട്ടുമ്പോൾ 6 കിട്ടി. അപ്പൊ നമ്മുടെ പുതിയ കോർഡിനേറ്റ് എത്രയാണ്? 7, 6. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ്സ് കിട്ടിയല്ലോ. അപ്പൊ ഇത് 7, 6. ഇനി ഫിഗറിന് ഞാൻ ചെറിയ മാറ്റം വരുത്തി ഞാൻ ചോദിക്കാം. ഇവിടെ തന്നിരിക്കുന്ന 3 കോർഡിനേറ്റ്സ് 4, 5, 6, 3, 3, 2 തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ഈ വശത്തോട്ടാണ്, അതായത് ഇങ്ങോട്ടല്ല കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങോട്ട് നമുക്കൊരു കോർഡിനേറ്റ് പാരലോഗ്രാം വരയ്ക്കുമ്പോൾ കിട്ടുന്ന കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെയും നമുക്ക് സെയിം രീതിയിൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പൊ ഇവിടെ ഒരു മട്ടത്രികോണം വരച്ചു. എക്സ് കോർഡിനേറ്റ് നോക്കുക. എക്സ് കോർഡിനേറ്റ് ഇവിടെ എക്സ് സൂചക സംഖ്യ 3 ആണ്. 3ൽ നിന്ന് എത്ര വ്യത്യാസം വന്നു? 6 എത്താനായിട്ട് 3 വ്യത്യാസം വന്നു.
വൈ സൂചക സംഖ്യ അത് എക്സിന് പാരലായിട്ട് വരുന്ന വരയിൽ എഴുതുക. ഇനി വൈ സൂചക സംഖ്യ 2, 2ൽ നിന്ന് ഈ വൈ സൂചക സംഖ്യ 3 എത്താനായിട്ട് 1 വ്യത്യാസം വന്നു. അത് വൈ ആക്സിസിന് പാരലായിട്ടുള്ള വരയിൽ വരയ്ക്കുക. ഇനി ഇതേ ലൈൻ ഇത് ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ, കർണമാണല്ലോ, അതിന്റെ നേരെ എതിർവശത്ത് കിടക്കുന്നതും തുല്യമാണ്. ഇവ തമ്മിൽ തുല്യമാണ്, കാരണം സാമാന്തരികമാണ്. അപ്പൊ ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചാലും അതേപോലെ തന്നെ വരും. അപ്പൊ ഇവിടത്തെ വ്യത്യാസം എത്ര തന്നെ വരത്തുള്ളൂ? 3, 1 വരത്തുള്ളൂ. ഇനി ഇതിനേക്കാളും ഈ സൂചക സംഖ്യ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് മുകളിലാണ്, നമുക്ക് താഴത്തതാണ് വേണ്ടത്. അപ്പൊ എന്താ ചെയ്യണം? കുറയ്ക്കുക ചെയ്യേണ്ടത് അല്ലെ. 4ൽ നിന്ന് 3 കുറയ്ക്കുക. 4ൽ നിന്ന് 3 പോകുമ്പോ എത്ര വന്നു? 1 വന്നു. അതായത് എക്സ് സൂചക സംഖ്യ 1 കിട്ടി പുതിയതിന്റെ. ഇനി വൈ സൂചക സംഖ്യ നോക്കാം. 5ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 4 കിട്ടി. അപ്പൊ ഇവിടുത്തെ കോർഡിനേറ്റ്സ് എത്ര വന്നു? 1, 4. ക്ലിയർ ആയോ? ഇനി നമുക്ക് പേജ് നമ്പർ 231 ചോദ്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോർത്ത് വെർട്ടെക്സ് ഓഫ് ദി പാരലോഗ്രാം ഇൻ ഈച്ച് പിക്ചർ. ഇവിടെ 2 പിക്ചർ തന്നിട്ടുണ്ട്. ആദ്യത്തെ മാത്രമാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. 3 മൂലകളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. 4ാമത്തെ മൂലയുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ 2 പോയിന്റ്സ് എടുക്കാം. അതിന്റെ എക്സ് വ്യത്യാസവും വൈ വ്യത്യാസവും നമുക്ക് നോക്കാം. ഇവിടെ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് നോക്കിക്കേ. എക്സ് കോർഡിനേറ്റ് എക്സ് സൂചക സംഖ്യ 1ൽ നിന്ന് ഇവിടത്തെ എക്സ് സൂചക സംഖ്യയായ 5ലേക്ക് വന്നു, കൂടി വന്നു അല്ലെ. അപ്പൊ എത്ര വ്യത്യാസം വന്നു? 4 വ്യത്യാസം വന്നു. ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് നമുക്ക് 4 വന്നിരിക്കുന്നത്. എക്സ് സൂചക സംഖ്യയിലെ വ്യത്യാസം 4 വന്നിട്ടുണ്ട്. അതുപോലെ വൈ സൂചക സംഖ്യയിലെ വ്യത്യാസം നോക്കിക്കുക. 4ൽ നിന്ന് 6 ആയി. അപ്പൊ എത്ര വന്നു? 2 വ്യത്യാസം വന്നു. അപ്പൊ ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് എന്ന് എഴുതുന്നത് എത്രയാകും? 2 ആകും. വൈ സൂചക സംഖ്യയിലെ വ്യത്യാസം 2. അതേപോലെ തന്നെയാണല്ലോ ഇവിടെയും വ്യത്യാസം വരേണ്ടത്. കാരണം എതിർവശങ്ങൾ തുല്യമാണ്. ഇതൊരു സാമാന്തരികമാണ്. അപ്പോൾ പാരലോഗ്രാം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഇവിടെയും അതേ വ്യത്യാസങ്ങൾ തന്നെ വരത്തുള്ളൂ. എക്സ് കോർഡിനേറ്റിൽ വന്ന വ്യത്യാസം ഈ 4 തന്നെ, വൈ കോർഡിനേറ്റിൽ വന്ന വ്യത്യാസം 2. അപ്പൊ ഇത് മുകളിലാണ് ഇരിക്കുന്നത്, ഇത് താഴത്തെ കോർഡിനേറ്റ് ആയതുകൊണ്ട് കുറച്ച് വരണം. അപ്പൊ 7ൽ നിന്ന് 4 കുറച്ച് കഴിയുമ്പോൾ എത്ര വന്നു? 7 - 4 ആണ് വേണ്ടത്. 3 വന്നു എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് എത്ര വരും? 10ൽ നിന്ന് 2 കുറയണം. ഡിക്രീസ് ആണ്, കുറഞ്ഞാണ് വരുന്നത്. 8 അല്ലെ. അപ്പൊ നമ്മുടെ പുതിയ സൂചക സംഖ്യ എത്രയാണ്? XY = 3, 8. ആൻസർ ആയല്ലോ. 4ാമത്തെ മൂലയുടെ സൂചക സംഖ്യകളാണ് 3, 8. ഇനി അടുത്ത ഫിഗർ നോക്കാം. ഈ ഫിഗറിലും 3 വേർട്ടിസസിന്റെ സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. 4ാമത്തെ വേർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് താഴത്തെ 2 എടുക്കൽ നടക്കുകയില്ല, കാരണം താഴത്താണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ മുകളിലത്തെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എക്സ് വ്യത്യാസവും വൈ വ്യത്യാസവും നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് എപ്പോഴും എക്സ് ആക്സിസിന് പാരലായിട്ട് വേണം വരയ്ക്കാൻ. ഇത് വൈ ആക്സിസിനും പാരലായിട്ട്. അങ്ങനെയുള്ളതാണല്ലോ നമുക്ക് അറിയാവുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ചേഞ്ച് എത്രയാണ്? -3ൽ നിന്ന് 2 വരെ എത്തി. -3ൽ നിന്ന് 2 വരെ എത്തി. അപ്പൊ എത്ര വ്യത്യാസം വന്നു? കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കാം. നമ്പർ ലൈൻ വരച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അല്ലാതെയും കണ്ടുപിടിക്കാം. എങ്ങനെയാ? -3ൽ നിന്ന് -2ലെത്തി നമ്പർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ -3ൽ നിന്ന് -2 എത്തണം. പിന്നെ -1, പിന്നെ 0, പിന്നെ 1, പിന്നെ 2. ഈ 2 പോയിന്റ്സ് ആണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പൊ -3ൽ നിന്ന് 2 വരെ എത്താൻ എത്ര വ്യത്യാസം വന്നു? 1, 2, 3, 4, 5 വ്യത്യാസം വന്നു അല്ലെ. അപ്പോ എക്സ് സൂചക സംഖ്യയിൽ വന്ന വ്യത്യാസം, ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് എത്രയാണ് വന്നത്? 5 ആണ് വന്നത് അല്ലെ. ഇനി ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് അത് എളുപ്പമാണ്. 2ൽ നിന്ന് 3 എത്താൻ വേണ്ടി
1 വ്യത്യാസം വന്നു. അതേ ചേഞ്ച് തന്നെയാണല്ലോ താഴെയും വരുന്നത്. അപ്പൊ ഇവിടെ 5ഉം ഇവിടെ 1ഉം വരണം വ്യത്യാസം. അങ്ങനാണെങ്കിൽ എങ്ങനെ 1ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുക അല്ലേ? കാരണം താഴത്തെ പോയിന്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം ഡിക്രീസ് ആണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ 1ൽ നിന്ന് ഇപ്പൊ ഇങ്ങനെ നമ്പർ ലൈൻ തന്നെ വരച്ചു നോക്കിക്കോ. 1 ആണിത്. 1ൽ നിന്ന് എത്ര വരണം? 5 ഡിസ്റ്റൻസ് വരണം. അപ്പൊ ഇവിടെ 0, -1, -2, -3, -4, -5. നോക്കിക്കേ, 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 5 പുറകോട്ട് പോകണം. 1, 2, 3, 4, 5 പുറകോട്ട് പോകുമ്പോൾ ഏതാ പോയിന്റ് കിട്ടിയത്? -4. അപ്പൊ എക്സ് കോർഡിനേറ്റ് എന്തായി? -4 ആയി. ഇനി വൈ കോർഡിനേറ്റോ? -2ൽ നിന്ന് 1 ചേഞ്ച് വരണം. ഈ -2ൽ നിന്ന് 1 ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ എന്തായി? -3 ആയി. അപ്പൊ വൈ കോർഡിനേറ്റ് എന്തായി? -3. അപ്പൊ ആൻസർ എന്ത് വന്നു? 4th വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് -4, -3. ക്ലിയർ ആയോ? ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലെ ഫിഗർ ഇതാണ്. ഇവിടെ വലിയൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിലെ സൈഡുകൾക്ക് പാരലായിട്ട് വരുന്ന അകത്ത് ഒരു ബ്ലൂ കളർ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, ത്രികോണം വരച്ചിട്ടുണ്ട്. അതിന്റെ 3 മൂലകളുടെയും സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. 3 വെർട്ടിസസിന്റെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ഈ വലിയ ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വലിയ ത്രികോണത്തിന്റെ മൂലകളുടെ സൂചക സംഖ്യകൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് നേരത്തെ മെത്തേഡ് തന്നെയാണ്. ഫിഗറിൽ ഒരു ചെറിയ ശ്രദ്ധ കൊടുത്താൽ നമുക്കത് എളുപ്പം കണ്ടുപിടിക്കാം. അപ്പൊ ഞാനിവിടെ ഫിഗറിന് പേര് കൊടുക്കുകയാണ്. വലിയ ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഈ എയുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഭാഗവും ഈ ബി വന്നിരിക്കുന്ന ഭാഗവും സി വന്നിരിക്കുന്ന ഭാഗവും നോക്കണ്ട. അതായത് ഇത് രണ്ടും നമ്മളങ്ങ് മറിച്ച് വെച്ചിട്ട് ബാക്കി നോക്കിക്കേ. ഇതൊരു പാരലോഗ്രാം അല്ലേ, ഒരു സാമാന്തരികമല്ലേ? അപ്പൊ അതിനെ എടുത്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ ആ സാമാന്തരികത്തില് ഈ മുകളിലത്തെ 2 കോർഡിനേറ്റ്സ് നോക്കുക, അവിടുത്തെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുക. അതേ വ്യത്യാസം തന്നെയല്ലേ താഴെയും വരുന്നത്. കാരണം എന്താ? ഇത് പാരലായിട്ടാണ് കിടക്കുന്നത്. ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ സൈഡുകളും ബ്ലാക്ക് ട്രയാങ്കിളിന്റെ സൈഡുകളും പാരലായിട്ട് കിടക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. എയുടെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. കണ്ടല്ലോ. ഇനി ഇവിടെ എക്സ് സൂചക സംഖ്യകൾക്ക് വന്ന വ്യത്യാസം എത്രയാണ്? എക്സിന്റെ 3 എത്രയായി? 5 ആയപ്പോൾ 2 വ്യത്യാസം വന്നു. വൈ 3ൽ നിന്ന് 4 ആയപ്പോൾ 1 വ്യത്യാസം വന്നു അല്ലെ? 1 കൂടുതലായി. അപ്പൊ അത് തന്നെയല്ലേ ഇവിടെയും വരേണ്ടത്. അപ്പൊ നമ്മളിവിടെ എടുത്ത ട്രയാങ്കിളിലും 2 വ്യത്യാസവും 1 വ്യത്യാസവും വരേണ്ടത്. അപ്പം ഇത് മുകളിലാണ്, ഇത് താഴത്തെയാണ് കാണേണ്ടത്. അപ്പൊ 4ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര വന്നു? 2 വന്നു. 2ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1 വന്നു. അപ്പോൾ സൂചക സംഖ്യ എയുടെ കോർഡിനേറ്റ്സ് കിട്ടിയല്ലോ. എയുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? എയുടെ കോർഡിനേറ്റ്സ് 2, 1. ഇനി നമുക്ക് ബിയും അതുപോലെ തന്നെ ചെയ്യാം. അപ്പൊ ബി ചെയ്യുമ്പം ഏത് 2 കളയണം? ഈ സിയും കളയണം, എയും കളയണം. നോക്കിക്കേ. അപ്പോൾ ഇതൊരു പാരലോഗ്രാം ആണല്ലോ. അതിന്റെ ഈ 2 വേർട്ടെക്സാ ഉള്ളത്. അതിന്റെ വ്യത്യാസം എത്രയാണോ ആ വ്യത്യാസം തന്നെയല്ലേ ഇവിടെയും വരുന്നത്. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. ഇവിടെ വന്ന വ്യത്യാസം എത്രയാണ്? എക്സ് എന്നുള്ളത് 3ൽ നിന്ന് 5 ആയി. അപ്പൊ 2 വ്യത്യാസം വന്നു. വൈ എന്നുള്ളത് 3ൽ നിന്ന് 4 ആയി. 1 വ്യത്യാസം വന്നു. അതേ വ്യത്യാസം തന്നെയല്ലേ ഇവിടെയും വരുന്നത്. അപ്പൊ ഇവിടെ എത്ര വ്യത്യാസം വന്നു? 2 വ്യത്യാസം. വൈക്ക് 1 വ്യത്യാസം. നമ്മുടെ കയ്യിലുള്ളത് താഴെയാണ് ഇരിക്കുന്ന, മുകളിലത്തതാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കൂടിക്കൂടിയാ മുകളിലോട്ട് വരുന്നത് അല്ലെ? അപ്പോൾ 4ൽ നിന്ന് 2 ആഡ് ചെയ്യുമ്പോൾ എത്ര വന്നു? 6 ആയി. 2ൽ നിന്ന് 1 ആഡ് ചെയ്തപ്പോൾ 3 ആയി. ബിയുടെ കോർഡിനേറ്റ്സ് കിട്ടിയല്ലോ, 6, 3. ഇനി സിയുടെ കോർഡിനേറ്റ്സ് കാണാൻ വേണ്ടി ബിയും എടുക്കരുത്, എയും എടുക്കരുത്. ഇപ്പൊ സി കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഈ 2 വേർട്ടിസസ് ആണ് എടുക്കുന്നത്.
അത് എക്സ് ആക്സിസിന് പാരലായിട്ടും വൈ ആക്സിസിന് പാരലായിട്ടും നമ്മൾ ട്രയാങ്കിൾ ഉണ്ടാക്കി ത്രികോണം ഉണ്ടാക്കി എന്നിട്ട് എത്ര വ്യത്യാസം വീതം വരുന്നുണ്ടെന്ന് നോക്കുന്നു. എക്സിന്റെ വ്യത്യാസം 4-ൽ നിന്ന് 5 എത്താൻ വേണ്ടി എക്സിന്റെ വ്യത്യാസം 1 വൈയുടെ വ്യത്യാസം 2-ൽ നിന്ന് 4 എത്താൻ വേണ്ടി 2 കൂട്ടി അല്ലെ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാമല്ലോ. അപ്പൊ ഇവിടെ എത്ര വ്യത്യാസം വന്നു? 1 വ്യത്യാസം വന്നു. ഇവിടെ 2 വ്യത്യാസം വന്നു. മുകളിലത്തെ പോയിന്റ് അല്ലേ, ഇപ്പൊ വലുതാണ്, കൂടിയ പോയിന്റ് ആണ് എടുക്കേണ്ടത്. കൂട്ടണം. അപ്പൊ എക്സിന്റെ കൂടെ 1 കൂട്ടുക. അപ്പൊ 3 + 1 എന്തായി? 4 ആയി. 3യുടെ കൂടെ 2 കൂട്ടുക, രണ്ടാമത്തെ 3 ആയ. വൈ കോർഡിനേറ്റിന്റെ കൂടെ, വൈ സൂചക സംഖ്യയുടെ കൂടെ 2 കൂട്ടുക. അപ്പൊ 5 വന്നു. ഇപ്പൊ 3 കോർഡിനേറ്റ്സും കിട്ടിയല്ലോ. അതായത് A21, B63, C4, 5. ഇനി നമ്മൾ പേജ് നമ്പർ 232-ലെ 3-ാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. ചോദ്യം ഇതാണ്: ദ അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആർ the lines joining the origin to the points with the coordinates x1, y1 and x2, y2. What are the coordinates of the fourth vertex? അതായത് ഇതൊരു പാരലോഗ്രാം ആണ്. ഈ O എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഒറിജിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, 0, 0 ആണ്, ആധാര ബിന്ദുവാണ് അല്ലെ. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന x1, y1, x2, y2 2 സൂചക സംഖ്യകളാണ്. അത് ഒറിജിനിൽ നിന്ന് വരുന്ന 2 സൈഡുകളുടെ ആ വെർട്ടിസസ് ഈ സൂചക സംഖ്യകളാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഈ വെർട്ടെക്സിന്റെ സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ട്രയാങ്കിൾ വരച്ച് തന്നെ കണ്ടുപിടിക്കാം. ഇവിടെ വന്നിരിക്കുന്നത് എത്ര വ്യത്യാസമാണ്? 0-ൽ നിന്ന് x2 വരെ. അപ്പൊ x2 അല്ലേ വ്യത്യാസം വന്നിരിക്കുന്നത്. ഇവിടെ 0-ൽ നിന്ന് y2 വരെ എന്ന് പറയുമ്പോൾ y2 അല്ലേ വ്യത്യാസം വന്നിരിക്കുന്നത്. അത് തന്നെയല്ലേ ഇവിടെയും വരുന്നത് അല്ലെ. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് x2-ഉം ഇത് y2-വുമായി. അങ്ങനാണെങ്കിൽ ഈ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അത് മുകളിലത്തതാണ്. അപ്പൊ നമ്മൾ കൂട്ടി ചെയ്താൽ മതി. താഴോട്ടാണെങ്കിൽ കുറയ്ക്കുക, മുകളിലോട്ടാണെങ്കിൽ കണ്ടുപിടിക്കണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ നമുക്ക് ഈ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ xy എന്ന് കൊടുക്കാം. ആ എക്സ് എന്ത് വരും? ഈ x1-ന്റെ കൂടെ x2 ആഡ് ചെയ്യുക. x1 + x2. y എന്ന് പറയുന്നതോ y1 + y2. ഈ y1-ന്റെ കൂടെ എത്ര വ്യത്യാസം വന്നു? y2 വ്യത്യാസം വന്നു. അപ്പൊ നമുക്ക് കോർഡിനേറ്റ്സ് എന്ത് എഴുതാം? xy അല്ലേ നമ്മുടെ കോർഡിനേറ്റ്സ്. അത് എന്ത് കിട്ടി? x1 + x2 എന്നും y1 + y2 എന്നും കിട്ടി. മനസ്സിലായല്ലോ. ഇനി 4-ാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യത്തിലെ ഫിഗർ തന്നിട്ടുണ്ട്. 4 വെർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. x1, y1, x2, y2, x3, y3, x4, y4. ഇവിടെ ചോദ്യം ഇതാണ്: പ്രൂവ് ദാറ്റ് x1 + x3 = x2 + x4 എന്നും y1 + y3 = y2 + y4 എന്നും നമ്മൾ തെളിയിക്കണം. അപ്പൊ നമുക്കിവിടെ ഈ x1-ഉം y1-ഉം x2-ഉം y2-ഉം തമ്മിൽ എത്ര വ്യത്യാസം വരുന്നു എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പൊ നമ്മളിവിടെ ഒരു x1-ൽ നിന്ന് x2 എത്താൻ വേണ്ടി a വ്യത്യാസം എടുത്തു. y1-ൽ നിന്ന് y2 എത്താൻ വേണ്ടി b എന്ന് വ്യത്യാസം എടുത്തു. അതേ വ്യത്യാസങ്ങൾ തന്നെയല്ലേ ഇവിടെയും വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ x4-ൽ നിന്ന് x3 എത്താൻ വേണ്ടി a വ്യത്യാസം വരുന്നു. y4-ൽ നിന്ന് y3 എത്താൻ വേണ്ടി b വ്യത്യാസം വരുന്നു. ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാം? x1 + a ആണ് x2 എഴുതാവല്ലോ. x1-ന്റെ കൂടെ a ആഡ് ചെയ്യുമ്പോഴാണ് x2 കിട്ടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് x1 = x2 - a എന്ന് എഴുതാവല്ലോ. ഇനി അതേപോലെ y1 നോക്കിക്കേ. y1 + b ആണ് y2. അല്ലെങ്കിൽ y1 = y2 - b എന്ന് എഴുതാവല്ലോ അല്ലെ. ഇനി ഇവിടെയോ x4-ൽ നിന്ന് x3 എത്താൻ വേണ്ടി a ആഡ് ചെയ്തു. അപ്പൊ x4 + a ആണ് x3. ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇതിനെ നേരെ തിരിച്ചെഴുതാം. അതായത് x3 = x4 + a ആണ്. കാരണം നമുക്ക് x1-ഉം x3-യും കൂടെയാണ് കൂട്ടേണ്ടത്. കണ്ടോ? x1-ഉം x3-യും കൂടെ കൂട്ടണം. അപ്പോൾ ഞാൻ ഇതിന് ലെഫ്റ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലേക്കും എഴുതി. ഇതുപോലെ വ്യത്യാസം വരുത്തിയില്ല. ഇനി ഇവിടെയോ y4 + b ആണ്
y3 അല്ലെ, അല്ലെങ്കിൽ നമുക്ക് y3 ഈക്വൽ ടു y4 പ്ലസ് ബി എന്ന് എഴുതാമല്ലോ. ഇതിനെ 1 ഇതിനെ 2 എന്ന് എടുക്കാം. കാരണം x1 പ്ലസ് x3 ആണ് നമ്മൾ കൂട്ടുന്നത്. x1 ആണ് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തത്, x3 ആണ് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തത്. അപ്പൊ അത് തമ്മിൽ നമുക്ക് കൂട്ടാം. അതായത് x1 പ്ലസ് x3 ഈക്വൽ ടു റൈറ്റ് സൈഡുകൾ കൂട്ടുക. റൈറ്റ് സൈഡ് എന്താ? x2 മൈനസ് എ പ്ലസ് x4 പ്ലസ് എ അല്ലേ. ഈ മൈനസ് എയും പ്ലസ് എയും ക്യാൻസൽ ആയി പോയിട്ട് x2 പ്ലസ് x4 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പ്രൂവ് ചെയ്തു, x1 പ്ലസ് x3 ഈക്വൽ ടു x2 പ്ലസ് x4 പ്രൂവ് ചെയ്തല്ലോ. ഇനി രണ്ടാമത്തെ അതേപോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഇവിടെ y1ഉം y3യും ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വേഷൻസിന് മൂന്നാമത്തെയും നാലാമത്തെയും ഇക്വേഷൻസ് ആയിട്ട് ഞാൻ എഴുതി. 3ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ y1 പ്ലസ് y3 ഈക്വൽ ടു y1ഉം y3യും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ y2 മൈനസ് ബി റൈറ്റ് സൈഡുകൾ വലതുവശങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുക. y4 പ്ലസ് ബി മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ആയി പോയിട്ട് y2 പ്ലസ് y4 എന്ന് കിട്ടിയല്ലോ. അപ്പൊ 2 പാർട്ടും ക്ലിയർ ആയില്ലേ. എല്ലാ ചോദ്യങ്ങളും എഴുതി പഠിക്കാം. നമുക്ക് അടുത്ത പാർട്ടിൽ മിഡ് പോയിന്റിനെ പറ്റി പഠിക്കാം.